നാലാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്താണ് നിങ്ങളുടെ ഒന്നാമത്തെ പാഠത്തിൻ്റെ പേര്? നിങ്ങളുടെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് പാഠത്തിൻ്റെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരെന്താണ്? എല്ലാവരും ഒന്ന് വായിച്ചേ. എന്താണ്? ദ സീഡ് ഓഫ് ട്രൂത്ത്. എന്ത്? ദ സീഡ് ഓഫ് ട്രൂത്ത്. എന്താണ്? സത്യത്തിൻ്റെ വിത്ത്. സീഡ് എന്ന് പറഞ്ഞാൽ വിത്ത്, ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ സത്യത്തിൻ്റെ, ട്രൂത്ത് സത്യം, സീഡ് വിത്ത്. ദ സീഡ് ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ വിത്ത്. നമുക്ക് പാഠഭാഗത്തേക്ക് കടന്നാലോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തുറക്കുമ്പോൾ നിങ്ങൾക്ക് 9-ാമത്തെ പേജിലായിട്ട് ഇതാ ഇങ്ങനെ ഒരു ചിത്രം കാണാം. എല്ലാവരും കണ്ടോ? ഒന്ന് പാഠപുസ്തകം ഒന്ന് തുറന്ന് നോക്കിയേ. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. വാട്ട് കൈൻഡ് ഓഫ് പ്ലേസ് ഡു യു ലൈക്ക്? നിങ്ങൾ എങ്ങനെയുള്ള പ്ലേസാണ് ഇഷ്ടപ്പെടുന്നത്? വാട്ട് കൈൻഡ് ഓഫ് പ്ലേസ് ഡു യു ലൈക്ക്? എ പ്ലേസ് ലൈക്ക് ദിസ് ഓർ എ പ്ലേസ് ഫുൾ ഓഫ് ട്രീ? എങ്ങനെയാണ്? ഇതേപോലുള്ള സ്ഥലമാണോ? ലൈക്ക് ദിസ്, ഇതേപോലുള്ള സ്ഥലമാണോ? ഓർ പ്ലേസ് ഫുൾ ഓഫ് ട്രീസ്, അല്ലെങ്കിൽ ഫുൾ ഓഫ് ട്രീസ്, കുറേ മരങ്ങളുള്ള സ്ഥലമാണോ നിങ്ങൾക്കിഷ്ടം? എല്ലാവർക്കും നമുക്കെല്ലാം ഇഷ്ടപ്പെടുക പ്ലേസ് ഫുൾ ഓഫ് ട്രീ ആയിരിക്കും അല്ലേ? വാട്ട് ഹാപ്പൻ ടു ദ ട്രീസ്? വാട്ട് ഹാപ്പൻ ടു ദി ട്രീസ്? ഈ മരങ്ങൾക്കെല്ലാം എന്താ സംഭവിച്ചതാ? ഇവിടെ ഒന്നും മരത്തിന് തടിയില്ലല്ലേ, ഇതിന് ചില്ലകളില്ല, ഇലകളില്ല. എന്താ സംഭവിച്ചേ? ദ ട്രീസ് വെയർ കട്ട് ഡൗൺ അല്ലേ? ട്രീസൊക്കെ എന്തായി? മുറിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ്? ആരാണ് ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ്? ആരാണ് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ? ദ ഹ്യൂമൻസ് അല്ലേ? മനുഷ്യരാണ്. ദ ഹ്യൂമൻസ് വെർ റെസ്പോൺസിബിൾ ഫോർ ദിസ്. ഹൗ ക്യാൻ വി മേക്ക് അവർ എർത്ത് മോർ ഗ്രീൻ? നമ്മളുടെ ഭൂമി നല്ല പച്ചപ്പുള്ളതാക്കാൻ, കൂടുതൽ പച്ചപ്പുള്ളതാക്കാൻ എങ്ങനെ പറ്റും? എങ്ങനെയാണ് നമുക്കതിന് പറ്റുക? ബൈ പ്ലാന്റിങ് മോർ ട്രീസ് അല്ലേ? കുറേ തൈകളൊക്കെ നട്ടുപിടിപ്പിച്ചാൽ നമ്മളുടെ മരങ്ങളൊക്കെ എന്താകും? നമ്മുടെ ഭൂമി നല്ല പച്ചപ്പുള്ളതായിത്തീരും. ലെറ്റ്സ് ബിഗിൻ ബൈ ഡ്രോയിങ് ബ്രാഞ്ചസ്, സ്ട്രിങ്സ് ആൻഡ് ലീവ്സ്, ദെൻ കളർ ദ പിക്ചർ. നമ്മുടെ കൂട്ടുകാർ ഈ തടികൾക്കെല്ലാം കൊമ്പും ചില്ലകളും ഇലകളൊക്കെ വരച്ചിട്ട് ഇതെന്ത് ചെയ്യണം? കളർ ചെയ്യണം. നമുക്ക് നമ്മളുടെ പാഠഭാഗത്തേക്ക് കടന്നാലോ? അടുത്ത പേജിലേക്ക് കടക്കുമ്പോൾ 10-ാമത്തെ പേജിലായിട്ട് ഇങ്ങനെയൊരു പേജ് കാണാം. ഇതാണ് നമ്മുടെ പാഠഭാഗം. ഇവിടെയാണ് തുടങ്ങുന്നത്. നമുക്കൊന്ന് വായിക്കാം. ദ വറി എന്ന് പറഞ്ഞാൽ ആശങ്ക. ആരുടെ ആശങ്കയാണ് ഇവിടെ പറയുന്നത്? അത് നമുക്ക് നോക്കാം കേട്ടോ. ദ വറി എന്ന് പറഞ്ഞാൽ ആശങ്ക. വിദ്യാധര വാസ് ദ കിങ് ഓഫ് ഗാന്ധാര. ഹി വാസ് എ ജസ്റ്റ് ആൻഡ് വൈസ് കിങ്. ഓരോ വരികൾ വായിക്കുമ്പോഴും നമുക്ക് അർത്ഥം പറഞ്ഞു പോകാം. വിദ്യാധര വാസ് ദ കിങ് ഓഫ് ഗാന്ധാര. വിദ്യാധര എന്ന് പറയുന്ന രാജാവാണ് ഗാന്ധാര എന്നുള്ള രാജ്യത്തിലെ രാജാവ്. ഹി വാസ് എ ജസ്റ്റ് ആൻഡ് വൈസ് കിങ്. അദ്ദേഹം എങ്ങനെയുള്ള രാജാവായിരുന്നു? ഹി വാസ് ജസ്റ്റ് ആൻഡ് വൈസ് കിങ്. അദ്ദേഹം നല്ല ജസ്റ്റ്, നീതിമാനായിട്ടുള്ളത് രാജാവായിരുന്നു. ദ കിങ് വാസ് ഫോണ്ട് ഓഫ് ഗാർഡനിങ്. രാജാവിന് ഗാർഡനിങ് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. ഹി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ടെൻഡിങ് ഹിസ് ഗാർഡൻ, പ്ലാന്റിങ് ദ ഫൈനസ്റ്റ് പ്ലാന്റ്സ്, ഫ്രൂട്ട് ട്രീസ്, വെജിറ്റബിൾസ് ആൻഡ് ക്രോപ്സ്. അദ്ദേഹത്തിൻ്റെ സമയം ചെലവഴിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഗാർഡൻ പരിപാലിച്ചുകൊണ്ട്, ടെൻഡിങ് ഹിസ് ഗാർഡൻ, പിന്നെ പ്ലാന്റിങ് ദ ഫൈനസ്റ്റ് പ്ലാന്റ്സ്, നല്ല മരങ്ങൾ നട്ടിട്ട്, പിന്നെ ഫ്രൂട്ട് ട്രീസൊക്കെ, വെജിറ്റബിൾസും ധാന്യങ്ങളൊക്കെ നട്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഗാർഡനിൽ തൻ്റെ സമയം ചെലവഴിച്ചിരുന്നത്. കൂട്ടുകാരെ മനസ്സിലാവുന്നുണ്ടോ? ഹിസ് പീപ്പിൾ വേർ വെരി ഹാപ്പി. അദ്ദേഹത്തിൻ്റെ പ്രജകളൊക്കെ എന്തായിരുന്നു? വേർ വെരി ഹാപ്പി, നല്ല സന്തോഷമുള്ള ജനങ്ങളായിരുന്നു. ദ കിങ് ഡിഡ് നോട്ട് ഹാവ് ചിൽഡ്രൻ. പക്ഷേ എന്തില്ല? രാജാവിന് കുട്ടികളുണ്ടായിരുന്നില്ല. ഡിഡ് നോട്ട് ഹാവ് ചിൽഡ്രൻ. ദ കിങ് ഡിഡ് നോട്ട് ഹാവ് ചിൽഡ്രൻ. രാജാവിന് കുട്ടികളുണ്ടായിരുന്നില്ല. ദ കിങ് ഗ്രൂ ഓൾഡർ. രാജാവ് ഇങ്ങനെ വയസ്സായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓൾഡർ. എവ്രി വൺ ഗോട്ട് മോർ ആൻഡ് മോർ വറീഡ്. ജനങ്ങളൊക്കെ എന്തായി?
വളരെ ആശങ്കയിലായിപ്പോയി. ജനങ്ങൾക്ക് ഭയങ്കര ആശങ്ക വന്നു. എന്തിന്? ഹൂ വുഡ് ടേക്ക് ഓവർ ദ കിങ്ഡം ആഫ്റ്റർ ഹിം? ആരായിരിക്കും ഈ രാജ്യം അടുത്തത്? രാജാവിൻ്റെ മരണശേഷം ആരായിരിക്കും ഈ രാജ്യം ഏറ്റെടുക്കുക എന്നുള്ളതായിരുന്നു അവിടുത്തെ ജനങ്ങളുടെ ആശങ്ക, വറി. കൂട്ടുകാരെ, നമുക്കിവിടെ കുറച്ച് വാക്കുകൾ, നമ്മളിവിടെ എല്ലാത്തിൻ്റെ അർത്ഥം നോക്കി. ഇനി എഴുതുന്നതും വായിക്കുന്നതിലും പ്രശ്നമുള്ള ചില കുട്ടികളുണ്ടാവും. നമുക്കൊന്ന് നോക്കാം. ഈ നമ്മുടെ ഇവിടെ വൈസ് എന്നുള്ളൊരു വാക്ക് നമ്മൾ കണ്ടു. ഇവിടെയായിട്ട് നമ്മൾ വൈസ് എന്നുള്ള വാക്ക് കണ്ടു. നമ്മൾ ഐ എന്നുള്ള, ഞാൻ വേറൊരു പേജ് എടുക്കാം. കൂട്ടുകാരെ, നമ്മളിവിടെ ഒരു വാക്ക് കണ്ടു. ഹി വാസ് ജസ്റ്റ് ആൻഡ് വൈസ് കിങ്, അല്ലേ? രാജാവ് നല്ല നീതിമാനായിട്ടുള്ള സത്യസന്ധാനമായിട്ടുള്ള രാജാവായിരുന്നു എന്ന്. ഇവിടെ നമ്മൾ വൈസ് എന്നുള്ള വാക്ക് കണ്ടു. വൈസ് എന്ന് എഴുതുമ്പോൾ ഇവിടെ ഐ എന്നുള്ള അക്ഷരത്തിന് ഐ എന്നുള്ള സൗണ്ടാണുള്ളത്. നമ്മൾ പഠിച്ചത് ഐ എന്നുള്ള അക്ഷരത്തിന് 2 സൗണ്ട് ഉണ്ട്. ഇ എന്നുള്ള സൗണ്ടും പിന്നെ ഐ എന്നുള്ള സൗണ്ടും. ഇവിടെ ഐ എന്നുള്ള അക്ഷരത്തിന് ഐ എന്നുള്ള സൗണ്ട് കൊടുത്തത് എന്താണ്? ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ. ഐ എന്നുള്ള അക്ഷരത്തിന് ഐ എന്നുള്ള സൗണ്ട് കൊടുത്തത് ഐ കഴിഞ്ഞിട്ടുള്ള അക്ഷരം കഴിഞ്ഞ് ഇവിടെ ഇ എന്നുള്ള അക്ഷരം വന്നു. ഇവിടെ ഇയുടെ മാജിക്കാണ്. ഇ എന്നുള്ള അക്ഷരം കൊണ്ടാണ് ഇവിടെ ഐ എന്നുള്ള അക്ഷരത്തിന് ഐ എന്നുള്ള സൗണ്ട് വന്നത്. കൂട്ടുകാരെ, കൺഫ്യൂഷനായോ? ഒന്നുകൂടി പറഞ്ഞു തരാം. നമ്മൾ ഹി വാസ് ജസ്റ്റ് ആൻഡ് വൈസ് കിങ് എന്ന് നമ്മളെ പാഠത്തിൽ പഠിച്ചില്ലേ? ഒന്ന് ഞാനിവിടെ എഴുതാം. വൈസ്. ഇവിടെ ഐ എന്നുള്ള അക്ഷരത്തിന് ഐ എന്നുള്ള സൗണ്ട് നൽകിയത് ഈ എന്നുള്ള അക്ഷരമാണ്. ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ വായിക്കണം? വിസ് എന്ന് വായിക്കണ്ടേ? വിസേ എന്ന് വായിക്കണ്ടേ? അങ്ങനെയല്ലേ നമ്മൾ സൗണ്ട് വെച്ച് പഠിക്കുമ്പോൾ വായിക്കേണ്ടത്? വിസേ. പക്ഷേ ഇവിടെ വൈസ് എന്നാണ് വായിക്കുന്നത്. അതിന് ഈ എന്നുള്ള അക്ഷരമാണ് ഈ ഐ എന്നുള്ള അക്ഷരത്തിന് ഐ എന്നുള്ള സൗണ്ട് നൽകിയത്. ഏതൊരു അക്ഷരം ഐ എഴുതിയതിന് ശേഷം ഏതൊരക്ഷരം കഴിഞ്ഞും ഇ എന്നുള്ള അക്ഷരമാണ് വരുന്നതെങ്കിൽ ഇവിടെ ഐ എന്നുള്ള അക്ഷരത്തിന് ഐ എന്ന് സൗണ്ട് വായിക്കണം. ഞാൻ വേറെ 2 വാക്കുകൾ എഴുതി കാണിക്കാം. വൈസ്. ഇവിടെ നോക്കിക്കോ. ഇതൊന്ന് വായിച്ചേ. ടൈൽ അല്ലേ? ടൈൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ എന്നുള്ള അക്ഷരം ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഐ എന്നുള്ള സൗണ്ട് ഐക്ക് ഐ എന്നുള്ള സൗണ്ട് വന്നത്. ഐൽ ഇങ്ങനെ വേണം വായിക്കാൻ. ഐൽ. ഇപ്പം ടൈൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് പാഠഭാഗത്തോട്ട് കിടക്കാം. അടുത്ത പേജിലോട്ട് കടക്കുമ്പോൾ പാഠത്തിൻ്റെ യൂണിറ്റിൻ്റെ തലക്കെട്ട് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് എ പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞാൽ വിളംബരം എന്ന് പറഞ്ഞാൽ അതായത് ഇന്നത്തെ കാലത്തുള്ള പോലെ TV ന്യൂസ് ചാനലുകളോ വാട്സപ്പോ ഇൻ്റർനെറ്റോ ഒന്നും പണ്ടുണ്ടായിരുന്നില്ല, അല്ലേ? രാജാവിൻ്റെ ഭരണകാലത്ത് വിളംബരം നടത്തിയാണ് ജനങ്ങളിൽ രാജാവിൻ്റെ തീരുമാനങ്ങളൊക്കെ ജനങ്ങളെ അറിയിച്ചുകൊണ്ടിരുന്നത്. അതാണ് പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത്. അത് രാജാവിൻ്റെ ഭടന്മാർ ഒരു വിളംബരം, മൈക്കിൽ വിളിച്ച് മൈക്കെന്ന പോലുള്ളൊരു ഉപകരണത്തിൽ വിളംബരം ചെയ്തറിയിക്കും. അത് നാട്ടിൽ ഫുള്ള് വിളംബരം ചെയ്തറിയിക്കും. അതാണ് പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത്. ടു ഫൈൻഡ് സക്സസർ ദ കിങ് തോട്ട് ഓഫ് ആൻ ഐഡിയ. He decided, I will distribute some seeds to all the children in the country. The child who grows the biggest, healthiest plant will become the prince or princesses. They can take 3 months for it. The king ordered his minister to give a proclamation. എന്താണെന്ന് പറയാമോ? To find സക്സസർ അതായത് രാജാവിൻ്റെ കാലശേഷം ആളെ കണ്ടുപിടിക്കണമല്ലോ. രാജ്യം ഭരിക്കാൻ ആളെ കണ്ടുപിടിക്കണം. കാരണം എന്താണ്? ബിക്കോസ് ദ കിങ് ഡിഡ് നോട്ട് ഹാവ് ചിൽഡ്രൻ, അല്ലേ? കിങ്ങിന് കുട്ടികളില്ല. ദ കിങ് തോട്ട് ഓഫ് ആൻ ഐഡിയ. അപ്പോൾ എന്താക്കി? ടു ഫൈൻഡ് സക്സസർ. കിങ്ങിന് ഒരു ഐഡിയ ഇങ്ങനെ ചിന്തിച്ചെടുത്തു. തോട്ട് എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു. ആൻ ഐഡിയ ഒരു ബുദ്ധി തോന്നി രാജാവിന്. ഹി ഡിസൈഡഡ് എന്ന് പറഞ്ഞാൽ അയാൾ എന്താക്കി? തീരുമാനിച്ചു. കണ്ടില്ലേ ഇവിടെ ഐ എന്നുള്ള അക്ഷരത്തിന് ഐ എന്ന സൗണ്ട് വന്നത്. ഐ കഴിഞ്ഞിട്ട് ഡി കഴിഞ്ഞിട്ട് ഇ എന്നുള്ള അക്ഷരം വന്നു. അപ്പം അത് ഇയുടെ മാജിക്കാണ്. ഐ എന്ന സൗണ്ട് വന്നു. ഓക്കെ. ഹി ഡിസൈഡഡ് ഐ വിൽ ഡിസ്ട്രിബ്യൂട്ട് സം സീഡ്സ് ടു ഓൾ ദി ചിൽഡ്രൻ ഇൻ ദി കൺട്രി.
ഐ വിൽ ഡിസ്ട്രിബ്യൂട്ട്, ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, വിതരണം ചെയ്യും. സം സീഡ്സ്, കുറച്ച് വിത്തുകൾ. ടു ഓൾ ദി ചിൽഡ്രൻ ഇൻ ദി കൺട്രി, ഈ രാജ്യത്തിലെ എല്ലാ കുട്ടികൾക്കും ഞാൻ കുറച്ച് വിത്ത് വിതരണം ചെയ്യും. ദ ചൈൽഡ് ഹൂ ഗ്രോസ് ദ ബിഗ്ഗസ്റ്റ് ഹെൽത്തിയസ്റ്റ് പ്ലാന്റ് വിൽ ബിക്കം ദ പ്രിൻസ് ഓർ പ്രിൻസസസ്. അതായത് ആരാണോ ആ വിത്ത് ഉപയോഗിച്ചിട്ട് നല്ല ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ആൻഡ് ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് ഗ്രോ ചെയ്യുന്നത്, വളർത്തിയെടുക്കുന്നത്, ആ കുട്ടിയായിരിക്കും എന്ത് അടുത്ത രാജകുമാരിയോ രാജകുമാരനോ ആയി മാറുന്നത് എന്ന് രാജാവ് പറയും. രാജാവ് അങ്ങനെ ഒരു ഐഡിയ കണ്ടുപിടിക്കും. ദേ ക്യാൻ ടേക്ക് 3 months ഫോർ ഇറ്റ്. അതിന് കുട്ടികൾക്ക് എത്ര സമയമാണ് കൊടുക്കുന്നത്? ദേ ക്യാൻ ടേക്ക് 3 months ഫോർ ഇറ്റ്. 3 months, 3 മാസം ഇതിന് ആ കുട്ടികൾക്ക് എടുക്കാം. ഓക്കെ. ദ കിങ് ഓർഡേർഡ് ഹിസ് മിനിസ്റ്റർ ടു ഗീവ് എ പ്രൊക്ലമേഷൻ. കിങ് എന്ത് പറഞ്ഞു? മന്ത്രിയോട് പറഞ്ഞു ഇത് രാജ്യത്ത് വിളംബരം ചെയ്യാൻ, പ്രൊക്ലമേഷൻ നൽകാൻ രാജാവ് മന്ത്രിയോട് ആജ്ഞാപിച്ചു. ഓക്കെ, അടുത്ത പേജിലോട്ട് കിടക്കാം. സീഡ് ഓഫ് ഹോപ്പ്. സീഡ് ഓഫ് ഹോപ്പ്. സീഡ് ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്ത്? പ്രതീക്ഷയുടെ വിത്ത്. പ്രതീക്ഷയുടെ വിത്ത് വിതരണം ചെയ്യാണ് അല്ലേ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അപ്പം പ്രതീക്ഷയുടെ വിത്ത്. ദ നെക്സ്റ്റ് ഡേ എ ലോങ് ലൈൻ ഓഫ് ആങ്ഷ്യസ് പാരൻസ് ആൻഡ് ചിൽഡ്രൻ ഫോംഡ് ഔട്ട്സൈഡ് ദ പാലസ്. ദ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം എ ലോങ് ലൈൻ ഓഫ് ആങ്ഷ്യസ് പാരൻസ് ആൻഡ് ചിൽഡ്രൻ. ലോങ് ലൈൻ ഓഫ്, വലിയൊരു ലൈന്. ആരുടെ വലിയ ലൈന്? ആങ്ഷ്യസ് പാരൻസ് ആൻഡ് ചിൽഡ്രൻ. ആങ്ഷ്യസ് ആയിട്ടുള്ള, വളരെ ഉത്കണ്ഠയേറിയ പാരൻസിൻ്റെയും ചിൽഡ്രൻസിൻ്റെയും ഒരു ലൈന് എന്ത് ചെയ്തു? ഫോം ചെയ്തു. എവിടെ? ഔട്ട്സൈഡ് ദി പാലസ്. പാലസിൻ്റെ മുൻവശത്തായിട്ട്, പാലസാഡിൻ്റെ മുൻവശത്ത് ഒരു വലിയൊരു ലൈന് ഉണ്ടായി. എവ്രി വൺ വാസ് ഈഗർ ടു ഗെറ്റ് എ സീഡ് ആൻഡ് ഗ്രോ ദ ബെസ്റ്റ് പ്ലാന്റ്. എല്ലാവരും ഭയങ്കര ഇതിൽ നിൽക്കുകയാണ്, ക്ഷമയില്ലാതെ നിൽക്കുകയാണ്. എന്തിന്? ടു ഗെറ്റ് എ സീഡ്, ആ വിത്ത് വാങ്ങിയിട്ട് ഗ്രോ ദ ബെസ്റ്റ് പ്ലാന്റ്. എന്നിട്ട് അവർക്ക് എന്താക്കണം? ബെസ്റ്റ് പ്ലാന്റ് ഉണ്ടാക്കണം. എന്തിന്? ഫോർ വാട്ട്? ബിക്കോസ് ഹൂ ഗ്രോസ് ബിഗ്ഗസ്റ്റ് ആൻഡ് ഹെൽത്തിയസ്റ്റ് പ്ലാന്റ്, ദേ വിൽ ബിക്കം പ്രിൻസ് ഓർ പ്രിൻസസ് അല്ലേ. ആരാണോ ഏറ്റവും നന്നായിട്ടുള്ളത്, ബിഗ്ഗസ്റ്റ് ആൻഡ് ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് ഗ്രോ ചെയ്യുന്നത്, അവരായിരിക്കും അടുത്ത രാജാവ്, അല്ലെങ്കിൽ രാജകുമാരനോ അല്ലെങ്കിൽ രാജകുമാരിയോ അല്ലേ. അപ്പോൾ എന്താക്കണം? അവർക്ക് ദേ വാണ്ട് ടു കളക്ട് ദ സീഡ്. അവർക്ക് ആ സീഡ് കളക്ട് ചെയ്യണം. ആൻഡ് ദേ വാണ്ട് ടു ഗ്രോ എ ബെസ്റ്റ് പ്ലാന്റ് അല്ലേ. അവർക്ക് ആ സീഡ് ഉപയോഗിച്ചിട്ട് ഒരു ബെസ്റ്റ് പ്ലാന്റ് തന്നെ എന്താക്കണം? ഗ്രോ ചെയ്യണം. പിംഗല എ പൂവർ ഫാമേഴ്സ് സൺ. പിംഗല എന്ന പേരുള്ളൊരു പുവർ ഫാമേഴ്സ് സൺ, പുവറായിട്ടുള്ള പാവപ്പെട്ടുള്ള ഒരു കർഷകൻ്റെ മകൻ. ഹി വാസ് വൺ അമംഗ് ദീസ് ചിൽഡ്രൻ. അവനും എന്തായിരുന്നു? ഹി വാസ് വൺ അമംഗ് ദീസ് ചിൽഡ്രൻ. അവനും ഈ കുട്ടികളിൽ ഒരാളായിരുന്നു. ഹി ടു ഗോട്ട് എ സീഡ് ഫ്രം ദ കിങ്. അവനിക്കും എന്ത് കിട്ടി? രാജാവിൻ്റെ അടുത്തുനിന്ന് സീഡ് കിട്ടി. ആൻഡ് സോഡ് ഇറ്റ് ഇൻ എ പോട്ട് ഇൻ ഹിസ് ഗാർഡൻ. എന്ത് ചെയ്തു? അവന് ആ ഒരു വിത്ത് കൊണ്ടുപോയിട്ട് അവൻ്റെ ഗാർഡനിൽ ഒരു പോട്ടിൽ, ഒരു ചടിച്ചട്ടിയിൽ, പോട്ടിൽ ചടിച്ചട്ടിയിൽ അത് നട്ടു. ആ വിത്ത് നട്ടു. ഹി ടുക്ക് ഗ്രേറ്റ് കെയർ ഓഫ് ദി സീഡ്. അവൻ എന്ത് ചെയ്തു? അതിന് നല്ല ഗ്രേറ്റ് കെയർ, ഏറ്റവും മികച്ച പരിപാലനം കൊടുത്തു. എന്തിന്? ആ സീഡ് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല പരിപാലനം കൊടുത്തു. സ്റ്റുഡൻസ്, കുട്ടികളെ, നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഒരു പേജ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മളിവിടെ കണ്ടതുപോലെ തന്നെ, കഴിഞ്ഞ പേജിൽ കണ്ടതുപോലെ തന്നെ ഇവിടുത്തെ ലൈൻ കണ്ടില്ലേ? ലൈൻ എന്ന് പറഞ്ഞപ്പോൾ LINE, ലൈൻ കണ്ടില്ലേ? അവിടെ ഐക്ക് സൗണ്ട് കിട്ടിയത് കണ്ടോ? LINE. അപ്പോൾ അവിടെ ഐക്ക് എന്നുള്ള അക്ഷരമാണ് അവിടെ ഐക്ക് ഐ എന്നുള്ള സൗണ്ട് കൊടുത്തത്. ലൈൻ. ഓക്കെ, അടുത്ത പേജിലോട്ട് കിടക്കുമ്പോൾ ദ ഡിസപ്പോയിൻമെൻറ്റ്. എന്താണ്? പിംഗലേൻ്റെ ചിത്രമാണ് ഇവിടെ കാണിക്കുന്നത്. പിംഗലയുടെ ഡിസപ്പോയിൻമെൻ്റാണ് പറയുന്നത്. പിംഗല വാട്ടേർഡ് ആൻഡ് മാനുവേർഡ് ദ സീഡ്. പിംഗല എന്ത് ചെയ്തു? ആ സീഡിനെ നനച്ചു അല്ലേ, നല്ലോണം പരിപാലിച്ചു. നനച്ച് പരിപാലിച്ചു. വാട്ടേർഡ് എന്ന് പറഞ്ഞാൽ നനച്ചു, മാനുവേർഡ് എന്ന് പറഞ്ഞാൽ പരിപാലിച്ചു. ദ സീഡ്, എന്തിനെ? സീഡിനെ, ആ വിത്തിനെ പിംഗല വാട്ടേർഡ് ആൻഡ് മാനുവേർഡ് ദ സീഡ്. ബട്ട് ദ സീഡ് ഡിഡ് നോട്ട് സ്പ്രോട്ട്.
പക്ഷെ എന്തില്ല? ബട്ട് ദ സീഡ് ഡിഡ് നോട്ട് സ്പ്രോട്ട്. ആ വിത്ത് മുളച്ചില്ല. പിംഗല ചേഞ്ച് ദ സോയിൽ ആൻഡ് ട്രാൻസ്ഫേർഡ് ദ സീഡ് ടു അനദർ പോട്ട്. മുളക്കാതെ വന്നപ്പോൾ പിംഗല എന്തു ചെയ്തു? പിംഗല ചേഞ്ച് ചെയ്തു ദ സോയിൽ ആൻഡ് ട്രാൻസ്ഫേർഡ് ദ സീഡ് ടു അനദർ പോട്ട്. ചേഞ്ച് ദ സോയിൽ എന്ന് പറഞ്ഞാൽ മണ്ണ്, മണ്ണ്. സോയിൽ എന്ത് ചെയ്തു? അത് മാറ്റി. സോയിൽ വേറൊരു മണ്ണ് മാറ്റി കൊടുക്കുകയും ആൻഡ് ട്രാൻസ്ഫേർഡ് ദ സീഡ് ടു അനദർ പോട്ട്. ആ വിത്ത് എടുത്തിട്ട് വേറൊരു പോട്ടിലേക്ക് മാറ്റി നടുകയും ചെയ്തു. വീക്സ് ആൻഡ് മന്ത്സ് പാസ്ഡ്. വീക്സ് എന്ന് പറഞ്ഞാൽ ആഴ്ചകൾ, ആൻഡ് മന്ത്സ് എന്ന് പറഞ്ഞാൽ മാസങ്ങൾ. പാസ്ഡ് കഴിഞ്ഞുപോയി. മാസങ്ങളും ആഴ്ചകളൊക്കെ കഴിഞ്ഞുപോയി. വൺ ഡേ പിംഗല വെൻറ്റ് നിയർ ദ പോട്ട്. ഒരു ദിവസം വൺ ഡേ പിംഗല എത്തിച്ചേർന്നു. എവിടെ? നിയർ ദ പോട്ടിൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു. ഹി നെൽറ്റ് ബിഫോർ ഇറ്റ്. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ അതിനോട് ഇങ്ങനെ പറയാണ്, ഡിയർ സീഡ്, ഓ പ്രിയപ്പെട്ട സീഡേ, 3 months ഹാവ് പാസ്ഡ്. 3 മാസം കഴിഞ്ഞു. 3 മാസം, 3 months ഹാവ് പാസ്ഡ്. ഐ വാണ്ട് ടു ടേക്ക് യു ടു ദ പാലസ്. എനിക്ക് നിന്നെ പാലസിലേക്ക് കൊണ്ടുപോകണം. പ്ലീസ് സ്പ്രോട്ട് ഔട്ട് ബൈ ടുമോറോ. നാളെയെങ്കിലും എന്ത് ചെയ്യേ? ഒന്ന് മുളക്ക്. ബട്ട് നത്തിങ് ഹാപ്പൻഡ്. പക്ഷെ എന്ത് സംഭവിച്ചില്ല? ഒന്നും സംഭവിച്ചില്ല. ബട്ട് നത്തിങ് ഹാപ്പൻഡ്. ദ നെക്സ്റ്റ് ഡേ ഹി സോ ചിൽഡ്രൻ വാക്കിംഗ് ടു ദ പാലസ്. പിറ്റേ ദിവസം അവൻ കാണുകയാണ്, പിംഗല കണ്ടു. പിംഗല സോ ചിൽഡ്രൻ വാക്കിംഗ് ദ ചിൽഡ്രൻ ടു ദ പാലസ്. കുട്ടികൾ വാക്കിംഗ് ടു ദ പാലസ്. കുട്ടികൾ പാലസിലേക്ക്, അതായത് പാലസിലേക്ക് വാക്കിംഗ് നടക്കുകയാണ്. ഡ്രസ്ഡ് ഇൻ ദെയർ ബെസ്റ്റ് ക്ലോത്ത്സ്. അവർ ഡ്രസ്സ് ചെയ്തിരിക്കുന്നുണ്ട്. ഇൻ ദെയർ ബെസ്റ്റ് ക്ലോത്ത്. അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, അവരുടെ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് അവർ പാലസിലേക്ക് പോവുകയാണ്. ദേ ഓൾ ഹെൽഡ് വെൽ ഗ്രോൺ പ്ലാന്റ്സ്. അവരെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാവരും ഇങ്ങനെ ഹെൽഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അവരുടെ കയ്യിലുണ്ട്. വെൽ ഗ്രോൺ പ്ലാന്റ്സ്. നല്ലോണം ഗ്രോ ചെയ്ത പ്ലാന്റ്സ് അവരുടെ കയ്യിലുണ്ട്. പിംഗല സ്റ്റുഡ് വാച്ചിങ് ദം സാഡ്ലി. പിംഗല അതിങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ്. കൂട്ടുകാരെ, വാട്ട് ഈസ് ദ റീസൺ ഓഫ് പിംഗല സാഡ്നെസ്? എന്തായിരുന്നു പിംഗലയുടെ സാഡ്നെസ്സിൻ്റെ റീസൺ? വാട്ട് ഈസ് ദ റീസൺ? ഒന്ന് പറയോ? ബിക്കോസ് ദ സീഡ് ഡിഡ് നോട്ട് സ്പ്രോട്ട് അല്ലേ? ആ വിത്തുകൾ മുളച്ചില്ല അല്ലേ? അതായിരുന്നു, ദാറ്റ് ഈസ് ദ റീസൺ ഓഫ് പിംഗല സാഡ്നെസ്. നമുക്ക് അടുത്ത പേജിലോട്ട് കിടക്കാം. ടു ദ പാലസ് എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിലേക്ക്. നമ്മൾ ടു ദ സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂളിലേക്ക് അല്ലേ? ടു ഹോം എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക്. അപ്പോൾ അതേപോലെ തന്നെ ടു ദ പാലസിലേക്ക്. പിംഗലാസ് ഫാദർ ഹാഡ് ഒബ്സേർവ്ഡ് ഹിസ് സൺ വർക്കിംഗ് ഹാർഡ് ടു മേക്ക് ദ സീഡ് സ്പ്രോട്ട്. പിംഗലയുടെ ഫാദർ എന്ത് ചെയ്തു? പിംഗലൻ ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഹിസ് സൺ വർക്കിംഗ് ഹാർഡ്. അവൻ്റെ മകൻ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാണ്. ടു മേക്ക് ദ സീഡ് സ്പ്രോട്ട്. എന്തിന്? ആ വിത്ത് മുളപ്പിക്കാൻ വേണ്ടി നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഹീ ഫെൽറ്റ് സോറി ഫോർ പിംഗല. എന്ത് ചെയ്തു? അവന് കർഷകന് പിംഗലേൻ്റെ ഫാദറിന് ഭയങ്കര ഫീൽ ചെയ്തു. അവനോട് ഭയങ്കര സങ്കടം തോന്നി. സോറി ഫോർ പിംഗല. വൈ ഡോണ്ട് യു ഗോ ടു ദ കിങ് വിത്ത് ദ എംപ്റ്റി പോട്ട്. നിനക്ക് ഈ എംപ്റ്റി പോട്ടുമായിട്ട് രാജാവിൻ്റെ അടുത്തേക്ക് പോയിക്കൂടേ എന്ന് ആര് ചോദിച്ചു? പിംഗലാസ് ഫാദർ ആസ്ക്ഡ്. അറ്റ് ലീസ്റ്റ് ഹി വിൽ നോ യു ട്രൈഡ് യുവർ ബെസ്റ്റ്. ഒന്നുമില്ലെങ്കിൽ രാജാവിനറിയാലോ, നീ നിൻ്റെ പരമാവധി നീ ശ്രമിച്ചിട്ടുണ്ട് എന്ന് രാജാവിന് മനസ്സിലാവുമല്ലോ. സോ പിംഗല ടു പുട്ട് ഓൺ ഹിസ് ബെസ്റ്റ് ക്ലോത്ത്സ് ആൻഡ് സ്റ്റാർട്ടഡ് ഓഫ് ടു ദ പാലസ്. അത് കേട്ടപ്പോൾ പിംഗല എന്ത് ചെയ്തു? അവനും എന്ത് ചെയ്തു? നല്ല ബെസ്റ്റ്, അവൻ്റെ ഏറ്റവും ബെസ്റ്റ് ധരിച്ചു ടു വിയർ എന്ന് വെച്ചാൽ അവൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ക്ലോത്ത് അവനും എടുത്ത് ധരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? സ്റ്റാർട്ടഡ് ഓഫ് ടു ദ പാലസിലേക്ക് പോകാൻ തുടങ്ങി. ഹി ജോയിൻ ദ അതേഴ്സ് ഔട്ട്സൈഡ് ദ പാലസ്. അവനെന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. ആരുടെ കൂടെ?
ഔട്ട്സൈഡ് ദ പാലസ്, അതേഴ്സ് ഔട്ട്സൈഡ് ദ പാലസ്, അടുത്ത് ബാക്കിയുള്ള ആളുകളുടെ കൂടെ എവിടെ നിൽക്കുന്ന പാലസിൻ്റെ ഔട്ട്സൈഡിൽ നിൽക്കുന്ന ആളുകളുടെ കൂടെ ജോയിൻ ചെയ്തു. ഹോൾഡിങ് വിത്ത് എം ടി പോട്ട്, എന്തുണ്ടായിരുന്നു പിങ്കലേൻ്റെ കയ്യിൽ? എം ടി പോട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത പോട്ടായിരുന്നു പിങ്കലേൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ദ അതർ ചിൽഡ്രൻ ലാഫ്ഡ് അറ്റ് ഹിം ബട്ട് പിങ്കല ഇഗ്നോർഡ് ദം. മറ്റു കുട്ടികളൊക്കെ പിങ്കലേനെ നോക്കി എന്താക്കി? ചിരിച്ചു. ലാഫ്ഡ് എന്ന് പറഞ്ഞാൽ ചിരിച്ചു. ബട്ട് പിങ്കല ഇഗ്നോർഡ് ദം. പിങ്കല എന്ത് ചെയ്തു? അവരെല്ലാം മൈൻഡ് ചെയ്തില്ല, ഇഗ്നോർ ചെയ്തു, അവരൊക്കെ ഒഴിവാക്കി. നമ്മളെ ആരെങ്കിലും കളിയാക്കിയാലും നമ്മളും അവരൊക്കെ ഇഗ്നോർ ചെയ്യണം. ബട്ട് പിങ്കല ഇഗ്നോർ ദം. നമുക്ക് അടുത്ത പേജിലോട്ട് കടക്കാം. കൂട്ടുകാരെ, അടുത്ത പേജിലോട്ട് കടക്കാം. ലവ്ലി ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിയപ്പെട്ട ഇഷ്ടപ്പെടുന്ന പൂക്കൾ എന്നാണ്. ദ കിങ് അറൈവ്ഡ് ആൻഡ് ലുക്ക് അറ്റ് ദ പ്ലാന്റ്സ്. കിങ് എന്താക്കി? കിങ് വന്നു. ആൻഡ് ലുക്ക് അറ്റ് ദി പ്ലാന്റ്സ്. കിങ് വന്നിട്ട് എല്ലാവരുടെയും പ്ലാന്റ്സിലേക്ക് ഇങ്ങനെ നോക്കി. ചിൽഡ്രൻ ഗാദേർഡ് ഇൻ ദ കൺട്രി യാർഡ് ഓഫ് ദ പാലസ് വിത്ത് ഫ്ലവറി പോട്ട്സ്. നല്ലോണം പൂത്ത് ഒലഞ്ഞ് നിൽക്കുന്ന പോട്ടുമായിട്ട് കുട്ടികളൊക്കെ എന്താണ് കൺട്രി യാർഡ് പാലസിൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് ഒത്തുകൂടിയിരിക്കുകയാണ്. റെഡ്, ബ്ലൂ, യെല്ലോ, അങ്ങനെ കുറേ കളറുകളുണ്ട് പൂക്കൾക്ക്. ദ കൺട്രി യാർഡ് ഹാർഡ് ടേൺഡ് ഇൻ ടു എ ബൊക്കറ്റ്. കൺട്രി യാർഡ് പാലസിൻ്റെ മുൻവശമൊക്കെ എന്താണ്? ഒരു ബൊക്കെ പോലെ ഇങ്ങനെ രൂപപ്പെട്ടു. കാരണം നല്ല നിറങ്ങളുള്ള കുറേ പൂക്കളൊക്കെ ഉണ്ട് അല്ലേ. ദ കിങ് ലുക്ക്ഡ് അറ്റ് ദ ചിൽഡ്രൻ. കിങ് കുട്ടികളെ നോക്കി. ദർ ഫേസ് വെർ ഷൈനിങ് വിത്ത് ഹോപ്പ്. കുട്ടികളുടെ മുഖമൊക്കെ ഇങ്ങനെ ഷൈനിങ്, തിളങ്ങുകയാണ്. എന്തിന്? വിത്ത് ഹോപ്പ്, പ്രതീക്ഷ കൊണ്ട് ഇങ്ങനെ തിളങ്ങുകയാണ്. ദ കിങ് സൈൻഡ്. കിങ് എന്ത് ചെയ്തു? ഇങ്ങനെ സൈൻ, നമ്മളിങ്ങനെ ശ്വാസം ഇടൂലേ, ആത്മഗതം വിടുക എന്നൊക്കെ, അതേപോലെ കിങ് സൈൻ ചെയ്തു. ഹി വാസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പി. ദ കിങ് വാസ് നോട്ട് ഹാപ്പി. കിങ് ഹാപ്പി ആയിരുന്നില്ല. എന്താണ് റീസൺ എന്ന് നോക്കാം. അടുത്ത പേജിലോട്ട് നോക്കാം. എം ടി പോട്ട് എന്ന് പറഞ്ഞാൽ കാലിയായ പോട്ട് അല്ലേ. അറ്റ് ദി എൻഡ് ഓഫ് ദി ലൈൻ സ്റ്റുഡ് പിങ്കല. ഒരു എൻഡ് ഓഫ് ദി ലൈൻ സ്റ്റുഡ് പിങ്കല നിൽപ്പുണ്ടായിരുന്നു. വെൻ ദ കിങ് റീച്ച്ഡ് അറ്റ് ഹിം ഹി സ്റ്റോപ്ഡ്. രാജാവ് പിങ്കലേൻ്റെ അടുത്ത് എത്തിയപ്പോൾ രാജാവ് അവിടെ അങ്ങ് നിന്നു. വെൻ ദ കിങ് റീച്ച്ഡ് ഹിം ഹി സ്റ്റോപ്ഡ്. പിങ്കലേൻ്റെ അടുത്തപ്പോൾ രാജാവ് ഒറ്റ നിൽപ്പാ. വൈ ഡിഡ് യു കം വിത്ത് ആൻ എംപ്റ്റി പോട്ട് മൈ ചൈൽഡ്? നീ എന്താണ് മോനെ എംപ്റ്റി പോട്ടുമായിട്ട് വന്നത് എന്ന് രാജാവ് ചോദിച്ചു. ഡിഡ് യുവർ സീഡ് നോട്ട് ഗ്രോ ഇൻ ടു എ പ്ലാന്റ്? നിൻ്റെ സീഡ് എന്തായില്ല, വളർന്നില്ലേ, ഒരു ചെടിയായിട്ട് വളർന്നിട്ടില്ലേ എന്ന് രാജാവ് പിങ്കലനോട് ചോദിച്ചു അല്ലേ. അടുത്ത പേജിലോട്ട് കിടക്കുമ്പോൾ എസ്മൈൽ എന്ന് പറഞ്ഞാൽ ഒരു ചിരി, ഒരു പുഞ്ചിരി, അതിനാണ് എസ്മൈൽ എന്ന് പറയുന്നത്. പിങ്കല ഹെൽഡ് ഹിസ് ഹെഡ് ഡൗൺ ആൻഡ് സെയ്ഡ്. പിങ്കല ഇങ്ങനെ തല കുനിച്ച് രാജാവിനോട് പറഞ്ഞു. പറഞ്ഞു, ഫോർഗീവ് മീ യുവർ ഹൈനസ്. എന്നോട് ക്ഷമിക്കൂ. യുവർ ഹൈനസ്, പ്രഭോ, നമ്മൾ പ്രഭോ എന്നൊക്കെ പറയൂലേ, യുവർ ഹൈനസ്, പ്രഭു എന്നോട് ക്ഷമിക്കൂ. ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ടു ഗ്രോ ദ സീഡ്. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു. എന്തിന്? ടു ഗ്രോ ദ സീഡ്. ആ സീഡ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പരമാവധി ശ്രമിച്ചു. ഐ ഗേവ് ദ ബെസ്റ്റ് സോയിൽ ആൻഡ് മാനുവർ ടു ഇറ്റ്. ഞാനതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സോയിൽ തന്നെ കൊടുത്തു. ആൻഡ് മാനുവർ ടു ഇറ്റ്, അതിന് നല്ല പരിപാലനവും കൊടുത്തു. ബട്ട് ദ സീഡ് ഡിഡ് നോട്ട് ഗ്രോ. പക്ഷെ എന്ത് ചെയ്തില്ല? ദ സീഡ് ഡിഡ് നോട്ട് ഗ്രോ. പക്ഷെ സീഡ് സീഡ് വളർന്നില്ല. എ സ്മൈൽ അപ്പിയർഡ് ഓൺ കിങ്സ് ഫേസ്. അത് കേട്ടപ്പോൾ രാജാവിൻ്റെ മുഖത്തൊരു ചിരി, ഒരു സന്തോഷം വിടരുകയാണ്. ദ പ്രിൻസ് എന്ന് പറഞ്ഞാൽ രാജകുമാരൻ. ഹി ഹഗ്ഡ് പിങ്കല ആൻഡ് അനൗൺസ്ഡ്. രാജാവ് ഹഗ്ഡ് ദ പിങ്കലനെ ഹഗ് ചെയ്തു. ആൻഡ് അനൗൺസ്ഡ്, എന്നിട്ടിങ്ങനെ വിളിച്ചു പറഞ്ഞു, ഹിയർ ഈസ് ദ ക്രൗൺ പ്രിൻസ്. ഞാൻ കണ്ടുപിടിച്ച രാജകുമാരൻ ഇതാ ഇവിടെ ഉണ്ട്. ഐ ഹാഡ് ഗിവൺ എവ്രി വൺ റോസ്റ്റഡ് സീഡ്സ്.
ഞാൻ എല്ലാവർക്കും തന്നത്, ഐ ഹാഡ് ഗിവൺ എവ്രി വൺ, ഞാൻ എല്ലാവർക്കും തന്നത് റോസ്റ്റഡ് സീഡ്സ്, റോസ്റ്റ് ചെയ്ത സീഡായിരുന്നു, അതായത് വറുത്ത സീഡായിരുന്നു. എന്താണ് അതിൻ്റെ പ്രത്യേകത? അത് മുളക്കൂല. വിച്ച് വുഡ് നെവർ ഗ്രോ, അത് ഒരിക്കലും മുളക്കാത്ത ഒരു റോസ്റ്റഡ് സീഡ്സ് ആയിരുന്നു ഞാൻ എല്ലാവർക്കും തന്നത്. ഓൺലി ദിസ് ബോയ് ഈസ് ഹോണസ്റ്റ്, ഓൺലി ദിസ് ബോയ് ഈസ് ഹോണസ്റ്റ്. ഞാൻ കൊടുത്ത വിത്ത് കൊടുത്ത കുട്ടികളിലൊക്കെ എമംഗ് ദം ഓൺലി ദിസ് ബോയ് ഈസ് ഹോണസ്റ്റ്. അവരിൽ നിന്നൊക്കെ ഈ കുട്ടി മാത്രമാണ് ഹോണസ്റ്റ് ആയിട്ടുള്ളത്, സത്യസന്ധനായിട്ടുള്ളത്. ഐ ആം ഷുവർ വൺ ഡേ ഹി വിൽ റൂൾ ദിസ് കിങ്ഡം ജസ്റ്റ്ലി. എനിക്ക് ഉറപ്പുണ്ട് ഒരു ദിവസം ഈ കുട്ടി എന്ത് ചെയ്യും, എൻ്റെ കാലശേഷം ഈ രാജ്യം നല്ല ഹോണസ്റ്റായിട്ട് സത്യസന്ധമായിട്ട് ഭരിക്കാൻ ഈ കുട്ടിക്ക് കഴിയും. അപ്പോൾ രാജാവ് ഏറ്റവും നമ്മൾ പറഞ്ഞു അല്ലേ, കിങ് വാസ് ജസ്റ്റ് ആൻഡ് വൈസ്. ഹി വാസ് ജസ്റ്റ് ആൻഡ് വൈസ് കിങ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ഫസ്റ്റ് പേജിൽ. രാജാവ് നല്ല സത്യസന്ധനും നീതിമാനുമായിട്ടുള്ള രാജാവായിരുന്നു. അതുകൊണ്ട് സോ ദ കിങ് ഡിസ്ട്രിബ്യൂട്ട് എവ്രി ചിൽഡ്രൻ റോസ്റ്റഡ് സീഡ്സ് അല്ലേ. കിങ് എന്ത് ചെയ്തു, കുട്ടികൾക്കൊക്കെ റോസ്റ്റഡ് സീഡ്സ് വിതരണം ചെയ്തു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എന്തിന്? ടു ചെക്ക് ദെയർ ഹോണസ്റ്റ് അല്ലേ, ടു ചെക്ക് ദെയർ ഹോണസ്റ്റ്, അവരുടെ സത്യസന്ധത ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അത്. ബട്ട് പിംഗല പാസ്ഡ് ഓൺ ദാറ്റ് ടെസ്റ്റ്. പിംഗല എന്ത് ചെയ്തു, ആ ടെസ്റ്റിൽ പാസ് ചെയ്തു, വിജയിച്ചു. സോ പിംഗല ബിക്കം ദ പ്രിൻസ് അല്ലേ. പിംഗല എന്ത് ചെയ്തു, പ്രിൻസായി, രാജകുമാരനായി. കൂട്ടുകാരെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? കഥ ഇഷ്ടപ്പെട്ടോ? കഥകളൊക്കെ മനസ്സിലായോ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് അടുത്ത പാഠമായിട്ട് വരാം. അതുപോലെ തന്നെ ഈ പാഠത്തിൻ്റെ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ചെയ്യാം. റെഡിയല്ലേ? അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. അൻറ്റിൽ ദെൻ ബൈ. താങ്ക് യു.